അമേരിക്കയുടെ ഇരട്ടി തീരുവ പ്രകരത്തിന് പിന്നാലെ ഓഹരി വിപണി നഷ്ടത്തിലാണ് വ്യാപാരം തുടങ്ങിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ശ്രീനാഥ്, ഇതിൻ്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് മുംബൈ വിപണികളിൽ കണ്ടു തുടങ്ങിയോ? തീർച്ചയായും സ്കേൻ, ഈ തീരുമാനം വരുന്നതിന് ഒരു ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് 1% ഓഹരി സൂചികകൾ ഇടിഞ്ഞത്. പിന്നീട് ഇന്നലത്തെ അവധി കഴിഞ്ഞ് ഇന്നിപ്പോൾ വിപണി വീണ്ടും പുനരാരംഭിച്ചപ്പോൾ, വ്യാപാരം തുടങ്ങിയപ്പോൾ വലിയൊരു ഇടിവ് നമുക്ക് പ്രകടമായി തന്നെ കാണാം. ഇപ്പോൾ സെൻസെക്സ് ഞാൻ പരിശോധിക്കുകയായിരുന്നു, ഒരു ഘട്ടത്തിൽ 600 പോയിന്റോളം ഇടിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 430 പോയിന്റ് ഇടിവിലാണ് ഇപ്പോൾ ഓഹരി സൂചികയായ BSEയുടെ ഓഹരി സൂചികയായ സെൻസെക്സ് കാണുന്നത്. നിഫ്റ്റിയിലും അതേ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില ഓഹരികൾ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ട്രംപിന്റെ തീരുമാനവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന, അതിന്റെ നേരിട്ട് പ്രത്യാഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സെക്ടറുകൾ പരിശോധിക്കുമ്പോൾ അതിൽ വലിയ നഷ്ടം നമുക്ക് കാണാം. റബ്ബർ 1%-ലധികം 1.61% ഇടിഞ്ഞിരിക്കുന്നു. ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കമ്പനികൾ 1.49%. ടെക്സ്റ്റൈൽസ് നോക്കൂ, 1.35% ഇടിഞ്ഞു നിൽക്കുന്നു. അതിൽ കിറ്റക്സ് അടക്കമുള്ള കമ്പനികൾ ഇന്നും നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട കമ്പനികളും ഇപ്പോൾ നഷ്ടത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.